നിങ്ങൾ ഒറ്റപ്പണിയാണ്. നിങ്ങൾ അതിൽ ഇടപെട്ടില്ല. ആ കരാർ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കുപോലും ചെയ്യില്ല. കാരണം അങ്ങനെ എത്രയോ ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളായിട്ട് ഇടിയിപ്പിച്ചു. ഞങ്ങൾ അതിന്റെ കൃത്യത വരുത്തി. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കിടന്നിറങ്ങാറാവുകയാണ്. ഏതായാലും കാണിച്ചത് കൊണ്ട് തുടർച്ചയായ ഒന്നുകൂടി ഞാൻ അതിന്റെ കൂടെ കൊണ്ടുവരികയാണ്. ഏതായാലും തുടങ്ങിയല്ലോ, നിങ്ങളാണ് അത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫോട്ടോക്ക് ഫോട്ടോ ആണ്, വീഡിയോക്ക് വീഡിയോ വേറെ വരും. പല വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാപ്പോൾ പലരും അന്വേഷിക്കണം, അതേതാ നിങ്ങളാ പറഞ്ഞ വീഡിയോ? നിങ്ങളെ ശൈഖുനാനോട് പൊരുത്തപ്പെടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടോ? പൊരുത്തപ്പെടിക്കുക മാത്രമല്ല, മാലട്ട് കൊടുത്ത് സ്വീകരിക്കുന്ന വീഡിയോ വരെ ഉണ്ട്. ഞങ്ങളതെല്ലാം പുറത്തു വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് മുഷാവറ കൂടിയിട്ട് ഒറ്റ പ്രഖ്യാപനത്തിന് അവസരം ഉണ്ടാവുള്ളൂ, ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു. നിങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ച ഇതൊക്കെ പൊന്മള അബ്ദുൽ ഖാദിർ മൗലവി എത്ര വർഷം മുമ്പ് ആ ഹദറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിക്കാരും നോമ്പൊന്നുമില്ലാത്ത പഴച്ചാളാണ് എത്ര മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലല്ലേ മഹാനരായ TMC ഉസ്താദിനെ നിങ്ങൾ ഉപദ്രവിച്ചത്? TMC ഉസ്താദിനെ നിങ്ങൾ പുറത്താക്കിയില്ലേ മർക്കസിൽ നിന്ന് ആ ഹദറത്തുമായി ബന്ധപ്പെട്ടതിന്റെ കാരണത്താൽ? അപ്പൊ വെറുതെ പറഞ്ഞു നടക്കേണ്ട. കല്യാണത്തിന് പോയതാണ്, പിരിവിന് പോയതാണ്, കണ്ടപ്പോ ഇരുന്നതാണ്, അടുത്തേക്ക് പോയിട്ടില്ല, ദൂരെ നിന്നതാണ്, ഇതൊന്നും പറയണ്ട. അതിൽ വിജയിച്ച ആള് ചെറിയ പി ഉസ്താദാണ്. മൂപ്പരതാ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ചർച്ച, ആ ഇരുത്തം, അതാണ് സുഹബ, അതാണ് യഥാർത്ഥ സുഹബ. ആ സുഹബ കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ചെറിയ പി ഉസ്താദ് നേരെ വരുന്നു, അവരെ കെട്ടിപ്പിടിക്കുകയാണ്. അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ആ രംഗമാണ്. ഞാനത് വീഡിയോയിൽ നിന്ന് ഫോട്ടോ ആയി എടുത്തതാണ്. വീഡിയോ നമ്മളെ കയ്യിലുള്ളത്. അത് നിങ്ങൾക്കിപ്പോ അതിടാനുള്ള സമ്മതമില്ലാത്തത് കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അനുഗ്രഹം തേടുന്ന ആ മഹത്തായ ഫോട്ടോ കൂടി ഒന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുക്ക്. ചെറിയ പി ഉസ്താദാണത്. കണ്ടോ? ഇനി പ്രധാനപ്പെട്ട ആളെ കൊണ്ടുവരും. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇനി നിങ്ങൾ കാണണം. അതൊന്ന് ഉഷാറാക്കി കാണിക്ക്. കണ്ടോ? നിങ്ങൾ കല്യാണത്തിന് പോയതാണല്ലേ, സൽക്കാരത്തിന് പോയതല്ലേ? ആ മഹത്തായ ദാത്തു ഷരീഫ് കെട്ടിപ്പിടിച്ച് വിനയാനിതനായി ആ മഹാന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ സുൽത്താനുൽ ഉലമ എന്ന് പറയുന്ന ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ആളാ. അവിടെ വെറും പൂച്ചക്കുട്ടിയാണ്. കണ്ടോ നിങ്ങൾ ആ ദയനീയ നൃത്തം? എന്താണ് ആ നൃത്തത്തിൽ ചോദിക്കുന്നതെന്നറിയോ? എന്താണ് ആ ഇരുത്തത്തിൽ പറയുന്നതെന്നറിയോ? എന്നെ നോക്കണം, എനിക്ക് മഅരിഫത്ത് തരണം, നന്നാക്കി തരണം, ഹൃദയമൊന്ന് ശുദ്ധീകരിച്ചു തരണം. കെട്ടിപ്പിടിച്ച് യാചിക്കുകയാണ് ആ മഹാനരായ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായ മഹാനെ. നിങ്ങൾ നോക്കൂ, ഇനി എത്ര വരാനുണ്ടാ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എത്രയെത്ര രംഗങ്ങളാണ് അതിലുള്ളത്. മഹാന്മാരായ ഔലിയാക്കന്മാരെ സമീപത്ത് ചെന്ന് ആ ഔലിയാക്കന്മാരോട് മഅരിഫത്തിന് വേണ്ടി, നന്നാക്കി തരാൻ വേണ്ടി, മനസ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞ് അവരെ മുമ്പിലിരുന്ന് അവരെ ശരീരത്തെ തൊട്ട് ബറക്കത്തെടുത്ത് അവര് കുടിച്ചതിന്റെ ബാക്കി കുടിച്ച് അവര് എന്തു പറഞ്ഞാലും വിനയത്തോടെ കേട്ടിരുന്ന് അവരുടേതായ ആ തർബിയത്തിൽ നിങ്ങൾ ജീവിച്ച കാലം. പക്ഷേ ഉസ്താദുകളും തമ്മിൽ വല്ലാത്തൊരു വ്യത്യാസം. അതെന്താ? അവരാ പോക്കിലും വരവിലൊക്കെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു.